ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിപ്പോൾ ആദ്യം കണ്ട പോലെ തന്നെ അടിപൊളി ഒരു മാങ്ങ അച്ചാറാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. പക്ഷേ ഇതൊരു സ്പെഷ്യൽ അച്ചാറാണ്. ഈ മാങ്ങയുടെ കൂട്ടത്തിൽ നമ്മൾ ഒരു സാധനം കൂടി ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുമ്പോൾ വിഷ്ണു വന്ന് പറഞ്ഞു, അമ്മേ നമുക്കിങ്ങനെ അച്ചാർ ഉണ്ടാക്കാം. എന്നാൽ ശരി ആയിക്കോട്ടെ എന്ന് വെച്ചു. അങ്ങനെ നമ്മുടെ 3 മാങ്ങ എടുത്ത് ഇതായി കണ്ട പോലെ അങ്ങോട്ട് അരിഞ്ഞു വെച്ചു. അതിനുശേഷം നമ്മളുടെ ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. പക്ഷേ ശരിക്കും നല്ലെണ്ണയിലാണ് ഉണ്ടാക്കേണ്ടത്. പിന്നെ വിഷ്ണുവിന് വെളിച്ചെണ്ണയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് നല്ലെണ്ണ ഉപയോഗിക്കാത്തത്. അപ്പോൾ നിങ്ങൾ എന്തായാലും നല്ലെണ്ണ ഉപയോഗിച്ചോളൂ. എന്നിട്ടൊരു 10-12 വറ്റൽമുളക് എടുത്ത് ഇതുപോലെ അങ്ങോട്ട് വറുത്തെടുക്കുക. ഇത്രയും മൂക്കണമെന്നൊന്നുമില്ല. ഇതിൽ മൂപ്പ് കുറച്ചെടുത്താൽ ഇതിലും കുറച്ചും കൂടി എരിവ് കൂടും, അതുകൊണ്ടാണ് കുറച്ച് മൂപ്പിൽ ഞാൻ എടുത്തത്. പിന്നെ നമ്മുടെ വറ്റൽമുളകിനെ മാറ്റി വെച്ച് പൊടിച്ചൊക്കെ എടുത്തു, കണ്ടല്ലോ, ക്രഷ് ചെയ്തെടുത്തത്. അതിനുശേഷം നമ്മൾ അതേ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊണ്ട് ചേർത്തിട്ട് ഞാൻ തന്നെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഉലുവാപ്പൊടിയും കായംപൊടിയൊക്കെ ഉണ്ട്, വറുത്ത് പൊടിച്ച് വെച്ചേക്കണേ. അതാണ് കേട്ടോ നല്ലത്. അല്ലെങ്കിൽ അപ്പം തന്നെ നിങ്ങൾക്ക് വറുത്ത് പൊടിച്ചെടുക്കാം. നമ്മളെന്തായാലും വാങ്ങിച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ അങ്ങോട്ട് നഷ്ടമാവില്ലേ. അപ്പോൾ അതുകൊണ്ട് അപ്പം തന്നെ ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് പൊടിച്ചെടുക്കുകയാണ് ടേസ്റ്റ് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന റെഡിയാക്കി വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി ഉണ്ടായിരുന്നു. ആ മല്ലിപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ശീലപ്പൊടിയായിട്ടൊന്നുമല്ല, ചതച്ച് തന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ആവശ്യത്തിന് അരച്ചെടുക്കും, പൊടി നല്ലപോലെ അരയണമെന്നുണ്ടെങ്കിൽ. അല്ലാത്തപ്പോൾ ഞാൻ ഇതേപോലെ ഇടും. അങ്ങനെ 2 തരത്തിൽ ഉപയോഗിക്കാൻ പാകത്തിനാണ് മല്ലി ഞാൻ റെഡിയാക്കി വെച്ചേക്കണേ. അപ്പോൾ അങ്ങനെ നമ്മുടെ കടുക് പൊടിച്ചത്, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, കായംപൊടി ഇതെല്ലാം മൂത്ത് വന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുളകിനെ കൂടി പൊടിച്ച് വെച്ചത് അങ്ങോട്ട് ഇട്ടിട്ട്, പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റമായ ക്യാരറ്റും കൂടെ ചേർത്ത് നമ്മുടെ മാങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മുടെ പാകത്തിനുള്ള ഉപ്പും ഇട്ട് ഇതുപോലെ അങ്ങോട്ട് എടുത്താൽ മതി. നമ്മുടെ മാങ്ങ അച്ചാർ ഈ രീതിയിൽ റെഡിയാക്കാം. പക്ഷേ എൻ്റെ വിഷ്ണു എന്താ ചെയ്തതെന്നറിയോ, അവൻ അതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് ഒരു ഗ്രേവിയാക്കി എടുക്കുക ചെയ്തേ. ഇതാ കണ്ടോ, ഇന്നത്തെ സ്പെഷ്യൽ സ്പൂണ്. ഇതെങ്ങനെ ഉണ്ടെന്ന് പറയണം. അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മളുടെ ഈ വീഡിയോ. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് അറിയണ്ടേ. നിങ്ങളൊക്കെ ആണെങ്കിൽ എരിവിൻ്റെ ആൾക്കാരല്ലേ. ഇത് മാങ്ങ അച്ചാർ, ഒരു സ്പെഷ്യൽ അച്ചാർ. കൊള്ളാമാ? അത് ചെറിയൊരു ചെറിയ മാങ്ങയേണ്ട മധുരം പൊടിക്ക് മധുരം ചേർത്തിട്ടൊന്നുമില്ല. പിന്നെ നമ്മളുടെ സ്ഥിരം പല്ലവി മീനും ഇതൊക്കെ. അത് ഇലയെടുത്ത എന്താ സദ്യ ഒന്നും കഴിക്കണ്ട കേട്ടോ. അത്രയും പണിയെടുക്കണ്ടല്ലോ. ഇലയെടുത്ത കഴുകണ്ടല്ലോ, കഷ്ണം വേണ്ടേ? എന്ത് കഷ്ണം? മീൻ കഷ്ണത്തില് മീനാണത്. നിങ്ങൾക്ക് അറിയാലോ അല്ലേ, മീനില് വെണ്ടയ്ക്ക ഇട്ട് വെക്കും. പിന്നെ മീനില് മുരിങ്ങക്കായ ഇട്ട് വെക്കും, തക്കാളി ഇട്ട് വെക്കും, പിന്നെ എന്താ പീച്ചിങ്ങ ഇട്ട് വെക്കാൻ സംശയമുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ. ഞാൻ സത്യത്തിൽ മീനിലൊന്നും ഇടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആരും അങ്ങനെ കൂട്ടുകയില്ല, പ്രത്യേകിച്ച് വിഷ്ണു കൂട്ടില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഒഴിവാക്കിയത്. പിന്നെ എന്താ നമുക്ക് വേറെ, പപ്പടം, രസം 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 എന്താ. അപ്പോൾ നമ്മുടെ ഇത് കുഞ്ഞു വീഡിയോ കേട്ടോ. ഇത് നമ്മുടെ മാങ്ങാച്ചാർ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തതാണ്. പിന്നെ മാങ്ങാച്ചാർ മാത്രമല്ല, അതെ മാങ്ങയിൽ വേറൊരു പീസും കൂടി ഇട്ടിട്ടുണ്ട്. അതെന്താണെന്നറിയോ, മാങ്ങ പ്ലസ് ക്യാരറ്റ് മിക്സഡ് ആണ് ഈ അച്ചാർ. അപ്പോൾ സൂപ്പർ ആട്ടോ, എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ. പിന്നെ ഇങ്ങനെ കുഴഞ്ഞ പോലെ ഇരിക്കണമെന്നൊന്നുമില്ല, നമുക്ക് വെറുതെന്നുള്ള രീതിയിൽ എടുത്ത്. ഇത്ര എണ്ണ ഇത്തിരി കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് വിഷ്ണു, അവൻ്റെ രീതിക്ക് എടുത്താണ്. ഓരോരുത്തർക്കും ഓരോ രീതികളാണല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ. അത് ഒരു ടേസ്റ്റ്. പിന്നെ എണ്ണയൊന്നും ഇത്ര എടുക്കാതെ തന്നെ നമുക്കിങ്ങനെ എന്താ പറയണേ, വെറുതെ ഈ മെഴുക്കുവരട്ടി പോലെയൊക്കെ ആക്കി എടുക്കില്ലേ നമ്മൾ, ഉള്ളിയും മുളകും ചതച്ചിട്ട് മുപ്പിച്ചിട്ട് അതേ രീതിയിലും എടുക്കുക ഇത്. അപ്പോൾ ഇത്ര എണ്ണയൊന്നും ഒഴിക്കേണ്ടിരുന്നാൽ മതി. അച്ചാറ് തന്നെ സെയിം സാധനം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.